ഞാൻ അംബിക പത്മാസനൻ. എൻ്റെ ജീവിതം 1980-ലാണ് ബോംബെയിൽ ഇദ്ദേഹത്തിനോടൊപ്പം ഞാൻ യാത്രയാകുന്നത്. പൈസ എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതെങ്ങനെ സമ്പാദിക്കാൻ സാധിക്കും, 1 രൂപയെ 10 രൂപയാക്കാൻ സാധിക്കും, അങ്ങനെ പൈസ കുറേശ്ശെ കൂട്ടി സമ്പാദിച്ചു ഞങ്ങൾ ഈ സ്കൂൾ നിലയത്തിലേക്ക് വരുന്നത്. ഇതിനുണ്ടായ കാരണം എൻ്റെ ഭർത്താവ് തന്നെയാണ് ഫൗണ്ടേഷൻ. അദ്ദേഹത്തിന് പണ്ടുകാലത്ത് പഠിക്കാൻ സാധിക്കാതിരുന്ന ആ രീതിയിലുള്ള ഇന്നത്തെ സമൂഹത്തും കുഞ്ഞുങ്ങളുണ്ട് എന്ന് കണ്ടെത്തി മനസ്സിലാക്കിയതിന് ശേഷം 2010-ലാണ് നമ്മൾ ഈ സ്കൂൾ മേഖലയിലോട്ട് വരുന്നത്. സരസ്വതി വിളയാടുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ വരെ നമ്മൾ 5 സ്ഥാപനങ്ങളുടെ അധിപതിയാണ്. സ്കൂൾ ബസ് എല്ലാം ഫ്രീ ആയി കുഞ്ഞുങ്ങൾക്ക് അനുവദിക്കുകയും അതിൻ്റെ ഡ്രൈവർക്കും വാഹനങ്ങളുടെ എല്ലാ ചെലവുകളും അതിൻ്റെ മെയിൻ്റനൻസും എണ്ണയും എല്ലാം ഞങ്ങൾ തന്നെ വഹിച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഉത്തമ തീരുമാനത്തിലേക്ക് നീങ്ങുകയും സമൂഹത്തിൽ നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കണം എന്നുള്ള ഒരു ചിന്തയും ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ രീതിയിൽ ഞങ്ങൾ സ്ഥാപനത്തെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഈ കോമ്പൗണ്ടിലുള്ള ബഹുനില കെട്ടിടങ്ങളൊന്നും ഞാൻ ഈ സ്ഥാപനം വാങ്ങുമ്പോൾ ഇല്ല. വെറും 3 ഏക്കർ പ്രോപ്പർട്ടി മാത്രമാണ്. പിന്നെ ഷെഡായിരുന്നു. അതെല്ലാം മാറ്റി ഞാനും അതിലേക്ക് തന്നെ എൻ്റെ സമയം ഒഴിഞ്ഞു വച്ചു. ഒരു കല്യാണം വന്നാലോ ഒരു നല്ല കാര്യങ്ങൾ വന്നാലോ ഒക്കെ ഇന്നും ആ പേരൻസ് എല്ലാം ഞങ്ങൾ 2 പേരെയും ക്ഷണിക്കും. ഞങ്ങൾ അതേപോലെ പോകും. ഈ സമ്പാദ്യങ്ങളെല്ലാം നമ്മുടെ കുടുംബത്ത് കൊണ്ടുപോയിട്ടില്ല, എല്ലാം നമ്മൾ ഇവിടെ തന്നെ ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് പ്രാധാന്യം നൽകുന്നത്. ഫാമിലി ആവുമ്പോൾ ഒരാളിന്റെ വരുമാനത്തിൽ നീങ്ങാൻ കഴിയാതെ വരുന്ന സമയമാണ് ഞങ്ങളൊരു സ്വന്തമായൊരു ഓഫീസ് ഓപ്പൺ ചെയ്ത്. ആദ്യം ഞങ്ങൾക്കൊരു ചെറിയ കമ്പനി ഉണ്ടായിരുന്നു, അംബിക ടെലികോം. അത് കഴിഞ്ഞ് അംബിക എന്റർപ്രൈസസ് ആയി. അംബിക എന്റർപ്രൈസസിൽ നിന്നും ഇലക്ട്രോണിക്സ് കമ്പനിയായി. ഷെയർ നല്ല കളിക്കുമായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അദ്ദേഹത്തിന് നല്ല അറിവാണ് ഇന്നും ഷെയറിന്റെ. ആ ഷെയർ മാർക്കറ്റിൽ നിന്നുണ്ടായിരുന്ന സമ്പാദ്യമാണ് നമ്മൾ എടുത്തുകൂട്ടി നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ വിറ്റിതെല്ലാം ഓരോന്നും തുരുക്കൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്ന മുതൽക്കൂട്ടാണ്. ആ മുതൽക്കൂട്ടിൽ നിന്നാണ് ഇന്ന് നമ്മുടെ സ്കൂളുകളെല്ലാം വന്ന് 5 സ്കൂളിലെത്തി. ഒപ്പം ഒരു ചാരിറ്റി ആയിട്ട് ഇവരുടെ ഒരു സ്വന്തം അമ്പലം പണിഞ്ഞിട്ടുണ്ട്. ആ അമ്പലത്തിലും നമ്മൾ ചാരിറ്റി ഒരുപാട് ചെയ്യുന്നുണ്ട്. ഡയറക്ടറേറ്റിലായാലും ഓഫീസിലായാലും DOയിലായാലും DDയിലായാലും DGയിലായാലും. എഴുപ്പുറം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ അംബിക പത്മാസൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാതെ അറിയാം. കാരണം നമ്മള് ന്യായമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. 0യിൽ നിന്നും ഈ ഉന്നത തലത്തിൽ ഭഗവാൻ നമ്മളെ എത്തിച്ചതെന്ന്. ഓരോ സ്ത്രീകളും നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല എന്നല്ല ചിന്തിക്കാനുള്ളത്. നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ പ്രവർത്തിച്ചാൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വരികയും. ഇപ്പോൾ ഞാൻ എൻ്റെ മാത്രം സ്വന്തം അനുഭവം പറയുകയാണെങ്കിൽ, ബിഗ് 0യിൽ നിന്നും വലിയ ഹ്യൂജ് എമൗണ്ടിലേക്കാണ് ഞാൻ കാലുകുത്തി നിൽക്കുന്നത്. അതേപോലെ ഓരോ സ്ത്രീകൾക്കും സാധിക്കും. അതിനുവേണ്ടി മനസ്സും പ്രയത്നവും. 1 രൂപ കിട്ടുന്നത് അതിന് നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ 2 രൂപയാക്കാം എന്നുള്ളത് ചിന്തിച്ചു പഠിക്കണം. പഠിച്ച് പ്രവർത്തിച്ചാൽ. ഞാൻ ഇന്ന് ഒരുപാട് കമ്പനിയുടെ പ്രൊപ്പറേറ്ററാണ്. നമ്മളെ ആരും സഹായിക്കാനുണ്ടായിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കൈതന്നു. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഉറവിടവും. പക്ഷെ ആ ഉറവിടം കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ തന്നെയാണ്. മനസ്സിരുത്തി പ്രയത്നിക്കണം. ഞാൻ സീരിയൽ കാണില്ല, TV കാണുന്നില്ല, അടുത്ത വീട്ടുകാരുമായിട്ടൊന്നും സമ്പർക്കത്തിന് പോകുന്നില്ല. എന്നാൽ സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്ന് തുടങ്ങി ഇന്ന് അതിൻ്റെ എല്ലാം പ്രൊപ്പറേറ്ററായി കഴിഞ്ഞ് അതെല്ലാം തീർന്ന് നമ്മൾ സ്വസ്ഥതയോടെ അതെല്ലാം ക്ലോസ് ചെയ്താണ് ഇവിടെ വന്ന് ഈ സ്കൂളിലേക്ക് ഇരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഉറവിടം എൻ്റെ